ചേട്ടാ രണ്ടിയാ. എടാ ഞാൻ പറഞ്ഞ മാലയുടെ കാര്യം എന്തായി? അമ്മ അതിനെക്കുറിച്ച് ചോദിച്ച് എന്റെ ചെവി തിന്നുക. അതിന് നിന്റെ അമ്മയ്ക്ക് പുതിയ ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. പഴയ മാല തന്നെ വേണമെന്നല്ലേ പറയുന്നേ. അതൊക്കെ ഇനി എവിടെ നിന്ന് കിട്ടാനാ? ശരി, ഞാൻ ജുവലറി ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്കാം. നിന്റെ കയ്യിൽ ഡിസൈൻ്റെ ഫോട്ടോ വല്ലതുണ്ടോ? കാണിക്കാം. നീ ആ ഫോട്ടോ എനിക്കൊന്ന് അയക്ക്. ഞാൻ എൻ്റെ കൂട്ടുകാരോടും ചോദിച്ചു നോക്കാം. പക്ഷെ ഉള്ളത് പറയാലോ, ഇത് കിട്ടാൻ കുറച്ച് പാടാ. എടാ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം. ഇപ്പോഴാണെങ്കിൽ ചിട്ടി പിടിച്ച കാശുണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ ഏരിയയിൽ ധാരാളം കടകളിൽ സ്വർണം പണയത്തിനെടുത്ത് കാശ് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. അവിടെ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ധാരാളം മാലകളും ഉണ്ടാവും. അതാവുമ്പോൾ നല്ല വിലക്കുറവിലും കിട്ടും. അമ്മയ്ക്ക് കൊടുക്കുമ്പോ പഴയത് കൊടുക്കുന്നത് ശരിയാണോടാ? നന്നായി പോളിഷ് ചെയ്ത് കൊടുത്താ ആരറിയാനാ? നീ മുക്കൊന്നുമല്ലല്ലോ കൊടുക്കുന്നത്, സ്വർണം തന്നെയല്ലേ കൊടുക്കുന്നത്. നീ പറഞ്ഞത് ശരിയാ. നമുക്കെന്തായാലും ഈ ഏരിയയിലൊന്ന് അന്വേഷിക്കാം. ഡാടാ, നമ്മൾ 2 ദിവസം മുമ്പ് പൊട്ടിച്ച മാല കണ്ട ഇതുപോലില്ലേ? അതെ, കൃത്യം അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ആ മാല ഒരുക്കി കൊടുത്താ പകുതി വില പോലും കിട്ടില്ല. പക്ഷേ ദേ ഇവർക്ക് കൊടുത്താലേ നല്ല കാശ് കിട്ടും. നമുക്ക് ചെയിൻ കടയിൽ നിന്ന് തിരിച്ചെടുത്താലോ? ആ, അത് നല്ല ഐഡിയ. നീ വേഗം സഞ്ജുവിനെ വിളിക്കുക, ഇല്ലെങ്കിൽ അവനത് ഉരുക്കും. സംഗതി ഏറ്റവും തോന്നുന്നു. അവന്മാര് സ്വർണത്തിന്റെ കാര്യം പറയാൻ ആരെയോ വിളിക്കുന്നുണ്ട്. എടാ, സാധനം ഒരുക്കിയോ? ഇല്ലടാ, എന്തു പറ്റി? എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? അത് ഉരുക്കണ്ട, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്ക്. ഫോട്ടോയോ? എന്തിനാടാ? നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. മാറ് പറഞ്ഞതുപോലെ അവന്മാര് ചൂണ്ടയിൽ കൊളുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചേട്ടാ എത്രയായി? 20. പോവാം. അവര് പോവാണല്ലോ, നമുക്ക് പോയി സംസാരിച്ചാലോ? ധൃതി കൂട്ടണ്ട. അവന്മാര് വേറെ കടകളിൽ പോയിട്ട് മാലയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ആവശ്യക്കാരാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ചെന്ന് സംസാരിച്ചാൽ മതി.